إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പകർത്തിയും പാലിച്ചു അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ പെടുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂര്യന്റെ ചൂട് നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് ആയിരം ദശലക്ഷം കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന സൂര്യനെ താങ്ങാൻ കഴിയാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. നാളെ നമ്മുടെയൊക്കെ മരണം കഴിഞ്ഞ് വീണ്ടും പുനർജീവനം നടന്ന് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഖിയാമത്ത് നാളിൽ ഖബറുകളിൽ നിന്ന് മനുഷ്യരെ മഹ്ശറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഘട്ടമുണ്ട്. ആകാശവും മണ്ണും വിണ്ണുമെല്ലാം ഒടിച്ച് ഭസ്മമായി ഒന്നുമല്ലാതാക്കി കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന വേളയിലാണ് പേടിച്ച് വിറച്ച് നമ്മുടെ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആകാശവും ഭൂമിയും പടച്ചതമ്പുരാൻ പൊടിച്ച് ഭസ്മമാക്കി കളയുന്ന സമയത്ത് നമ്മളൊക്കെ എവിടെയായിരിക്കും? ആ സമയത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആയിഷ, അന്ന് നരകത്തിന്റെ മുകളിൽ ഒരു നേർത്ത പാലമുണ്ട്. ആ പാലത്തിന്റെ മുകളിലായിരിക്കും ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരാശിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുക. പ്രിയപ്പെട്ടവരെ, അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50000 വർഷങ്ങൾക്ക് സമമായിരിക്കും ആ ദിവസമാണ്. മഹാനായ സഹാബി ഖബാബ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു നിവേദനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം
അദ്ദേഹം പറയുകയാണ്. അവസാന നാളിൽ സൂര്യൻ സൃഷ്ടികളോട് ഒരു ചാണുവരെ സൂര്യൻ വരുമെന്ന് ഒരു മൈലെന്ന ഹദീസിൽ പറയുന്നുണ്ട്. എന്നിട്ട് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൈല് എന്ന പദം അതൊരു പക്ഷേ സുർമയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോലാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് സഹാബത്ത് പറയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം. മൈല് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിലെ മൈലാണോ അതല്ല കണ്ണിന് സുർമയിടുന്ന കോലാണോ എന്ന് എനിക്കറിയില്ല. ജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. ചെറിയ കുറച്ചു പാപം ചെയ്തവർ അവരുടെ നെരിയാണി മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ വിയർപ്പുണ്ടാകും. അതിനേക്കാളും കൂടുതൽ ചെയ്തവർക്ക് മുട്ടോളം വിയർപ്പിലായിരിക്കും. വിയർപ്പെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദുർഗന്ധം കൊണ്ടും നീറൽ കൊണ്ടും ആ പുകച്ചൽ കൊണ്ടുമെല്ലാം വളരെയധികം പ്രയാസപ്പെടുത്തുന്ന വിയർപ്പായിരിക്കും. ചില ആളുകൾ അരയോളം ജീവിതത്തിൽ പകുതി നന്മയും ഒരുപാടധികം തിന്മയും ചെയ്ത ആളുകൾക്ക് തിന്മയാണ് ബാക്കിയെങ്കിൽ അവർ മുച്ചൂടും മുങ്ങിക്കിടക്കും, രണ്ട് ചെവിയോളം മുങ്ങിക്കിടക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവരിൽ കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും, അവരിൽ അരക്കെട്ട് വരെ മുങ്ങിയവരുണ്ടാകും, അവരിൽ ചിലരെ വിയർപ്പ് മൂടിക്കളയുന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് വായയിലേക്ക് ആംഗ്യം കാണിക്കുകയുണ്ടായി എന്ന് അദ്ദേഹം ഹദീസിൽ പറയുന്നു. റസൂൽ അത് പറഞ്ഞുകൊണ്ട് തന്റെ വായയിലേക്ക് ആംഗ്യം കാണിക്കുകയുണ്ടായി കൈകൊണ്ട്. ഇനി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സർവ്വലോക രക്ഷിതാവിന്റെ സന്നിധിയിൽ ജനങ്ങളെല്ലാം നിൽക്കേണ്ടി വരും. അവരിൽ ചിലർ ഇരു ചെവിയുടെയും പകുതി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചൂടുകൊണ്ട് ഭയവിഹ്വലമായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ദിവസം. എന്നാലോ ബൈഹഖിയൊക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് എല്ലാം ശ്രദ്ധിച്ച് തിന്മയിൽ നിന്നെല്ലാം മുക്തരായി ഇസ്തിഗ്ഫാറൊക്കെ നിരന്തരം നടത്തുന്ന അമലുകളിലെല്ലാം സൂക്ഷ്മമായി ഇടപെട്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയായ അടിമയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഒരു വഖ്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ദൈർഘ്യമേ അയാൾക്ക് അനുഭവിക്കപ്പെടുകയുള്ളൂ എന്ന് ചില ഹദീസിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെയൊക്കെയും ആ കഠോരമായ ചൂട് സഹിക്കാനാവാതെ പടയേണ്ടവരായിരിക്കും നമ്മളെല്ലാവരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വിയർപ്പൊലിച്ചിറങ്ങി 70 മുഴം ഭൂമിയിൽ ഒഴുകും. അത് അവരുടെ ചെവികൾ വരെ കടിഞ്ഞാണെന്ന പോലെ മൂടിക്കൊത്തി നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ. ഇവിടെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തൊക്കെ നല്ല ചെല്ലണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സബഅത്തു യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. 7 വിഭാഗം ആളുകളുണ്ട്, അന്നേ ദിവസം അല്ലാഹുവിന്റെ തണൽ അവർക്ക് ലഭിക്കും. ആ 7 വിഭാഗം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, ഒന്നാമൻ ഇമാമുൻ ആദിലായ ഒരു ഇമാം, നീതിമാനായ ഭരണാധികാരി. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം അയാൾ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു മഹല്ല് നേതാവിന്റെ സ്ഥാനം അയാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അയാൾ മഹല്ലിന്റെ നേതാവാണ്. ഒരു യാത്രാ സംഘത്തിന്റെ അമീറായിട്ട് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ ആ യാത്രാ സംഘത്തിന്റെ അമീറാണ്. അവിടെ എന്തു പാടില്ല, ഇടത്തും വലത്തും നിന്ന് എപ്പോഴും ചങ്ങാത്തം കാണിക്കുന്നവനോട് അല്പമധികവും ദൂരെ പിന്നിലോട്ടിരുന്ന് പാവമായി നിൽക്കുന്ന നിരപരാധിയായ മനുഷ്യരോട് അല്പം മോശമായും ഇടപെടുന്ന ഒരു പ്രകൃതം അവന് ഭൂഷണമല്ല. എല്ലായിടത്തും നീതിതുല്യം വർത്തിക്കുന്ന നീതിതുല്യം വർത്തിക്കുന്ന ഒരു മനുഷ്യൻ. 2 ആൺകുട്ടികളുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി നല്ലോണം മാർക്ക് വാങ്ങും. ആ ആൺകുട്ടിയോട് സ്നേഹം. ആ ആൺകുട്ടിയുടെ അടുത്തിരിക്കുന്നു, കിടക്കുന്നു. ആ ആൺകുട്ടിയെ യാത്രയിൽ കൂട്ടുന്നു. മറ്റേ ആൺകുട്ടിക്ക് അല്പം മാർക്ക് കുറവാണ്. അവനെ എന്നും മോശമായ വർത്താനം പറയുന്നു, അവനെ ശകാരിക്കുന്നു, അവൻ അങ്ങനെയുള്ള പണികൾ കൊടുക്കുന്നു. വീട്ടുജോലികളൊക്കെ അവനെ ഏൽപ്പിക്കും. മറ്റോനെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുന്ന
അങ്ങനെ വ്യത്യസ്തതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവ് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ആദിലായ ഇമാമല്ല അയാൾ മോശക്കാരന്, അയാൾ നീതിയിൽ തോറ്റവനാണ്. എന്നാൽ നീതി തുല്യം വർത്തിക്കുന്ന ആണിനോടും പെണ്ണിനോടും ഒരുപോലെ സമദൂര സിദ്ധാന്തം. ആണെന്ന വകയിൽ പെണ്ണിനേക്കാളും ഒരു സ്ഥാനം ആണിന് കൊടുക്കാൻ പാടില്ല. പെണ്ണാണ് അധികമെങ്കിൽ, പെണ്ണാണ് ഭാരമെങ്കിൽ, പെണ്ണാണ് ചെലവെങ്കിൽ, എങ്കിൽ പോലും മക്കളോടെല്ലാം ഒരുപോലെ കാണുന്നവരാൾ, സമൂഹത്തിലെ സ്നേഹിതന്മാരെ ഒരുപോലെ കാണുന്നവരാൾ, എല്ലാ സ്ഥാനമാനങ്ങളെ പറ്റിയും കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് പറഞ്ഞു. പ്രസിഡന്റ് ആയിക്കോളൂ, സെക്രട്ടറി ആയിക്കോളൂ, അമീർ ആയിക്കോളൂ, യാത്രാ സംഘത്തിന്റെ നേതാവായിക്കോളൂ, ചെയർമാൻ ആയിക്കോളൂ, കൺവീനർ ആയിക്കോളൂ, പക്ഷെ ചോദ്യമുണ്ടാകും. അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ നീതി തുല്യം വർത്തിക്കാൻ അയാൾക്ക് സാധിക്കണം. രണ്ട് ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരോടും ഇരുതുല്യ സ്നേഹം അല്ലേ, അത് വർത്തിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ആദിൽ, അങ്ങനെയുള്ള നീതിമാനായ ഭരണാധികാരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ദിവസത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാത്ത വആതൂ സകാത്ത വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. സൂറത്ത് ഹജ്ജിൽ പറയാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വല്ലാത്തൊരു ആയത്ത്. ആ ഭാഗം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉദ്ധരിക്കാൻ കാരണം ചിന്തിച്ചു നോക്ക്. അള്ളാഹു പറയാണ്, ചില ആളുകൾക്ക് ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം നൽകിയാൽ, ചില ആളുകൾ ഭൂമിയിൽ ജീവിച്ചു പോയത് ആരും അറിയില്ല, അയാളിങ്ങനെ കുറെ കാലം ജീവിച്ചു മരിച്ചു. ചില ആളുകൾ അങ്ങനെയല്ല, അവർ സ്വാധീനിക്കപ്പെടും. സമൂഹത്തിൽ നേതാവായിട്ടായിരിക്കും, രാഷ്ട്രീയപരമായിട്ടായിരിക്കും, സാമ്പത്തികമായിട്ടായിരിക്കും. ഞാൻ കുറെ വിശദീകരിക്കുന്നില്ല. അള്ളാഹു പറയാണ്, ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം നൽകിയാൽ അവർ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും സദാചാരത്തിൽ കൽപ്പിക്കുകയും ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് അവർ. കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം അള്ളാഹുവിനുള്ളതാണ്. എന്താ അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ചില ആളുകളെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സമ്പന്നതയിൽ ജീവിക്കുന്ന മനുഷ്യൻ, പക്ഷെ അള്ളാഹ് ഓർമ്മ ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും അയാൾ ഉഷാറായിരിക്കും. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ, ദീന് മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അയാൾ ഫെയിലാണ്. എന്നാൽ ചിലരുണ്ട്, അയാൾ സമ്പന്നനാണ്, ദുനിയാവിലെ നല്ല ബിസിനസ്സുകാരൻ, പക്ഷെ ദീന് മസ്റ്റാണ്. കുടുംബത്തിൽ ഭാര്യയുടെ ഇസ്ലാമികമായ വേഷം, മക്കളുടെ ഇസ്ലാമികമായ പഠനം നിർബന്ധം അയാൾക്ക്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ് ഇമാമുൽ ആദിൽ. ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ പറഞ്ഞ മനുഷ്യനതാണ്. സ്വാധീനം ഉണ്ടായിരിക്കെ നിസ്കാരം നിലനിർത്തുക. അത് കഴിവാ പ്രിയപ്പെട്ടവരെ. മുതലാളിമാരെ ശ്രദ്ധിച്ചോളി. തൊഴിലാളിയായ കാലത്ത് ഒരു പക്ഷേ മുതലാളി നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവില്ല നമസ്കാരത്തിന്. ഷോപ്പിലെ തിരക്ക് ചിലപ്പോൾ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടാവില്ല, ഷിഫ്റ്റ് നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മുതലാളിമാരെ നിങ്ങൾ കൊടുക്കും. എന്താ? ബാക്കി എല്ലാത്തിനും ഇറങ്ങിപ്പോകുന്നത് പോലെ 5 നേരം നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഇമാമുകളാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവ്, ഒരു മനുഷ്യൻ, ഒരു യുവതി. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്കറിയാലോ, കൗമാരം എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് കാണുന്ന ഒരു പ്രായമാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഓഫർ നൽകുന്നത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു യുവാവ് ജീവിക്കുക, ഒരാൾ ജീവിക്കുക. എവിടെയാ പോയത്? പള്ളിയില്. അയാൾ എവിടെ? പ്രശ്നം പള്ളിയിലായി. അങ്ങനെ എന്നും ഇബാദത്തുമായി സജീവമായി നിൽക്കുന്ന യുവാവ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുന്ന യുവാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല, അത്തരം യുവാക്കളെ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ, അവരൊരു പറ്റം യുവാക്കൾ. ഏത് നാട്ടിലും അങ്ങനെ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ യുവാക്കളെ, കൂട്ടത്തിലിരിക്കുന്ന യുവാക്കളെ ഇബാദത്തിന്റെ കാര്യത്തിൽ പരാജയം ഉണ്ടാവരുത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇബാദത്ത് നശിപ്പിക്കുന്നതാവരുത്. നമ്മുടെ യാത്ര, ടൂറുകൾ ഇബാദത്തിന് വിലങ്ങാവരുത്. നമ്മുടെ ഗെയിം, നമ്മുടെ കളികൾ, നമ്മുടെ ഫുട്ബോൾ, നമ്മുടെ ക്രിക്കറ്റ് ഇബാദത്തിന് ഒരിക്കലും തടസ്സമാകരുത്. അങ്ങനെ ഇബാദത്തുമായി മുന്നോട്ട് പോകുന്ന യുവാവിന് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ യുവാവിന് നാളെ അർശിന്റെ തണൽ ഉണ്ടാകുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവാക്കൾക്ക്, നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ വിഭാഗത്തെ പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഖല്ലഖുൻ ഫിൽ മസാജിദ്.
ഒരു യുവാവ്, ഒരു മനുഷ്യൻ, അയാൾ എന്നും പള്ളിയുമായി ബന്ധപ്പെട്ട് ഹൃദയബന്ധമുള്ള യുവാവാണ്. പള്ളിയുമായി ഹൃദയബന്ധമുള്ള യുവാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് വളർന്ന യുവാവ്. ജീവിതത്തിൽ നിർണായക ഘട്ടമാണ് ഒരു മനുഷ്യന്റെ യുവത്വം എന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിയാത്മകമായി ചിന്തിച്ചു തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ തന്റെ വൈകാരികമായ എല്ലാ അവസ്ഥകളെയും അയാൾക്ക് അറിയണം. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് കീഴ്പ്പെടുത്തി സ്വതാൽപര്യങ്ങളെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ കൂച്ചുവിലങ്ങിട്ട് ജീവിക്കുന്ന യുവാവ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികളുമായി ചേർന്ന് നിൽക്കുന്ന, എന്നും സുജൂദ് നിർവഹിക്കുന്ന ഒരു യുവാവ്. അങ്ങനെയുള്ള യുവാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ഓഫറാണ് നൽകിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമ الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ആരാണ് ആൺകുട്ടി എന്ന് ഖുർആൻ? ആരാണ് ആൺകുട്ടികൾ? ആരാണ് യുവസമൂഹം? എന്തായിരിക്കണം അവരുടെ പ്രത്യേകത? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരുടെ കച്ചവടമോ അവരുടെ ഇടപാടുകൾ അവരുടെ നാട്ടിലെ വിനിമയങ്ങൾ ഒരിക്കലും അവർക്ക് അല്ലാഹുവിനെ മറക്കുന്നതിൽ നിന്ന്, അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് ഒരിക്കലും തടസ്സമാവില്ല. അങ്ങനെയുള്ള ഒരു കച്ചവടം ചെയ്യുന്നവരല്ല. അങ്ങനെയുള്ള അല്ലാഹുവായിട്ട് മസ്ജിദുകളുമായിട്ട് ഹൃദയബന്ധമുള്ള യുവാവിനെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ അയാൾക്കും ലഭിക്കുമെന്ന്. നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ആയിട്ടുണ്ടോ? എന്റെ കച്ചവടം എന്നെ വല്ലാതെ പുഷ്പിക്കുന്നുണ്ട്. പണ്ട് ഒരു സ്ഥാപനമുള്ള കാലത്ത് 5 നേരം നമസ്കരിച്ചാല് 2 സ്ഥാപനമുള്ള ദിവസം ചെയ്യേണ്ടതറിയോ? 2 സ്ഥാപനത്തള്ള കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞത് അവളെ വർദ്ധിപ്പിച്ചു തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്തുകൊണ്ട് ഒരുപാട് അധികം പള്ളിയിലിരിക്കണം. പറച്ചോനെ നിനക്ക് നന്ദി റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നുകൂടി എടുക്കാൻ വേണ്ടി. നമ്മളൊക്കെ സ്ഥിതി എന്താ? കച്ചവട സ്ഥാപനങ്ങൾ കൂടുമ്പോ, ഡ്യൂട്ടികൾ കൂടുമ്പോ, ഓവർ ടൈം എടുക്കുമ്പോ, എക്സ്ട്രാ ജോലികൾ ചെയ്യുമ്പോ, അങ്ങനെയുള്ള തിരക്കിലേക്ക് നമ്മൾ ചേരുമ്പോ അല്ലാഹുവിനെ മറന്നു പോവുകയാണ് നമ്മൾ. പറ്റൂല. അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഖിയാമത്ത് നാൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നഗ്നപാതരായി വിവസ്ത്രരായി നമ്മളെ കുത്തനെ നിർത്തും. ഒരു ബാപ്പയും കൂടെ ഉണ്ടാവില്ല, ഒരു ഉമ്മയും സഹായത്തിനുണ്ടാവില്ല. ഓരോരുത്തരുടെയും അവരുടെ ആമലുകൾ ചേർത്ത് പിടിച്ചൊന്നും ആർക്കും കൊടുക്കാതെ ആ പ്രതീക്ഷയിൽ, ശുഭപ്രതീക്ഷതയിൽ നിൽക്കുന്ന സത്യവിശ്വാസികൾ ഉണ്ടാകും ആ കൂട്ടത്തിൽ. എന്നാൽ ഒരു വലിയ വ്യൂഹം ആളുകൾ ബേജാറിലായി, ഒരു വലിയ വിഭാഗം ആളുകൾ പേടിച്ചരണ്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അന്ന് കുറച്ചാളുകൾ ഒരു കടൽമരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്ന പോലെ, നമ്മുടെ നാട്ടിലെ സുഭദ്രമായ ഒരു താവളത്തിൽ നിൽക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകിക്കൊണ്ടൊരു വിഭാഗത്തെ ബഹുമാനിക്കുക ചെയ്യുക. ആ വിഭാഗത്തിലെ വിഭാഗമാണത്. അതിലേക്ക് ചേരാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 4ാമത്തെ വിഭാഗം എന്താണെന്നറിയോ? റജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വ തഫറഖ അലൈഹി. 2 ആളുകൾ തമ്മിൽ സ്നേഹിച്ച് അടുത്ത സ്നേഹിതന്മാരായി അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച്, അല്ലാഹുവിന്റെ പ്രതിഫലം കാണിച്ചിട്ട് ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. ആ മനുഷ്യനെ രാവിലെ വിളിക്കുന്നു, സലാം ചെല്ലുന്നു, അവന്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നു, അവന്റെ സുഖക്ഷേമങ്ങൾ അന്വേഷിക്കുന്നു, അവന് സഹായം വേണമെങ്കിൽ സഹായിക്കുന്നു, അവന്റെ സൗഹൃദം നിലനിർത്താൻ സന്ദർശിക്കുന്നു, അവനെ സഹായിച്ചു കൊടുക്കുന്നു, അവന്റെ പ്രയാസങ്ങളിൽ വേദനിക്കുന്നു, അവന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നു. അങ്ങനെ 2 സുഹൃത്തുക്കൾ എന്നാൽ അവരൊരൽപ്പം അകന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ പേരിലാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വാശി പിടിച്ചപ്പോൾ സംഘടനാപരമായ വർത്തമാനമല്ല ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഒരു നന്മ പറഞ്ഞു കൊടുത്തു, അയാൾ സ്ഥിരമായി അത് ചെയ്യണം. തിന്മ അരുതേ സഹോദരാ എന്നൊരുപാട് നമ്മൾ പറഞ്ഞിട്ടും അയാൾ കൂട്ടാക്കുന്നില്ല. അപ്പൊ ഒരു ചെറിയ അകൽച്ച, ഒരു ചെറിയ അടുപ്പക്കുറവ്. കാരണം എന്താ? ഇപ്പോഴും ഫുൾ മദ്യപാനിയാണ്. ഞാൻ അയാൾ കൂടെ എപ്പോൾ നടക്കുമ്പോ എനിക്ക് പ്രശ്നമാണ്. അയാൾ പുകവലിക്കാരനാണ്. എന്റെ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ പുകവലിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഷർട്ട് മറക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കൈകൾ മറക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? കൂട്ടുകാരൻ പുകവലിച്ചിട്ട് കൈ കൊടുത്തതാ. മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? ഈ ചെറിയ തിന്മ ഒരാൾ ചെയ്യുമ്പോൾ അപ്പുറത്ത് ബാധിക്കുന്നത്ര വലുതാണെന്നറിയോ നിങ്ങൾക്ക്? ദുരന്തമാണ്. ആളുകൾ എന്തിനേലും
പുകവലിക്കൽ ഇത്ര സ്ട്രോങ് പറയുന്നത്? ഇതിന്റെ ദുരന്തം അതിനെ ഒഴുക്കുന്ന കുടുംബത്തിലാണ് നടക്കുന്നത്. ആന്തരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഇതിലുള്ളത്, വലിക്കുന്നവനെ മാത്രമല്ല ഇത് വാദിക്കുന്നത്. ഞാനിത് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിൽ സംഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ ഡെപ്ത് എത്രയാണ്. അങ്ങനെ രണ്ട് പുരുഷന്മാർ സ്നേഹിക്കുന്നു, രണ്ട് യുവതികൾ സ്നേഹിക്കുന്നു, രണ്ടാളുകൾ സ്നേഹിക്കുന്നു അല്ലാഹുവിന് വേണ്ടിയിട്ട്. എന്താ ആ സ്നേഹത്തിന് പ്രിയപ്പെട്ടവരെ അതിരുകളില്ല, അതിരുകളില്ല. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദിൻ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത്ത് വയുതൂന അസ്സകാത്ത് വയുതീഊന അല്ലാഹ വറസൂലഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കും പരസ്പരം. അത് ചെയ്താലോ, നമ്മൾ ഉംറക്ക് പോയാലോ, നമ്മൾ ഇപ്പൊ പള്ളിയിലേക്ക് പോയാലോ, അവരുടെ കൂടെ നടക്കുമ്പോൾ മറ്റൊരു ഇസ്ലാം കിട്ടും, ദീന് കിട്ടും. മറ്റേതല്ല, മറ്റവന്റെ കൂടെ നടന്നാൽ കൊണ്ട് അന്നത്തെ ജമാഅത്ത് പോകും. മറ്റവന്റെ കൂടെ നടന്നാൽ സകാത്തിന് കൊടുക്കാൻ പറ്റിയ സദഖക്ക് വെച്ച പൈസ കുട്ടടിച്ചു പോകും. മറ്റവന്റെ കൂടെ നടന്നാൽ അവൻ വിചാരിക്കുന്ന പ്ലാനിങ്ങുകൾ, ടൂറുകൾ, സൗദിയിലേക്ക് ഉംറയിലേക്ക് വലിയ ട്രിപ്പുകൾ, നേരെ ദുബായിലേക്ക് മാറും. അങ്ങനെ ആളുകളെ പഠിപ്പിച്ചു കളയും. ആ കൂട്ടുകാരനല്ല ഇത്. ഇതെന്താ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നമുക്കെന്ത് പോരായ്മയുണ്ടെങ്കിൽ നീ അതൊന്ന് ശ്രദ്ധിക്കണം. എന്റെ സംസാരത്തിൽ അങ്ങനത്തെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചേക്കണം. അത് ശ്രദ്ധിച്ചാൽ നല്ലതാ. നിങ്ങളെ അടുത്ത് അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമായിട്ട് പറ്റൂല. ആ സ്വർണം ധരിച്ചത് അള്ളാന്റെ റസൂൽ പണ്ട് മുടക്കിയിട്ടുണ്ട്, എറിഞ്ഞളെ ചെയ്ത സഹാബിയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ ആ സ്വർണം ധരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ എന്ത് രസമായിരിക്കും പ്രിയപ്പെട്ടവരെ. ഇനിയോ രണ്ട് കൂട്ടർക്ക് ഇഖാമത്തുണ്ടാകുക, നിസ്കാര സമയത്ത് പള്ളിയിലെത്തുക, പള്ളിയിൽ ജമാഅത്തിലെത്തുന്ന ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധമുള്ള പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്തൊരു കോൺട്രാക്ട് ആണ്. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബന്ധമുണ്ടല്ലോ, പവിത്രമായ ഹൃദയശുദ്ധിയോടെ വരുന്ന ബന്ധം അല്ലേ? ഉംറക്ക് പോയ ആളുകൾക്കറിയാം, ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. അന്ന് പവിത്രമായ പരിശുദ്ധമായ ഹൃദയത്താൽ പരിചയപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികളോട് ഇന്നും നമുക്ക് സ്നേഹമില്ലേ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടത് ഹൃദയവിശുദ്ധിയോടുകൂടി ആളെ സ്നേഹിക്കണം അർത്ഥമായിട്ട്. അങ്ങനെ രണ്ടാളുകൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ അല്ലാഹുവിന്റെ പ്രാർത്ഥിക്കാരാണ്, അല്ലാഹുവിന്റെ വലിയകളാണ്, മിത്രങ്ങളാണ്. ആ മിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു കാര്യത്തിലും അവർ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതുകൊണ്ട് ലാ യവലിമുഹു, അവൻ ആക്രമിച്ചുകൂടാ, വലാ യഖ്ദുഹു വലാ യുഹദ്ദിഹു, അവൻ അപമാനിച്ചുകൂടാ, അവനെ മോശമാക്കിക്കൂടാ. എന്നിട്ട് പറഞ്ഞു, കുല്ലൽ മുസ്ലിമു അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനാൽ പവിത്രമാണ്. വറുഹു, അവന്റെ രക്തം പവിത്രമാണ്. വമാലുഹു, അവന്റെ ധനം പവിത്രമാണ്. വയറുഹു, അവന്റെ അഭിമാനം പവിത്രമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുന്നു അല്ലാഹുവിന് വേണ്ടി. അവർ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ കാര്യത്തിലാണ്, ബാക്കി എല്ലാ വിഷയത്തിലും അവർ കോംപ്രമൈസ്. കച്ചവടത്തിൽ എന്തോ ഒരു തകരാറ് തോന്നി, മറ്റുള്ളവരുടെ ചെറിയൊരു സൂക്ഷ്മതക്കുറവ് സാരമില്ലടാ, ഇനി ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ബന്ധം തകർന്നു പോകരുത്. അയൽപക്ക വിഷയം പ്രശ്നങ്ങളാണ്, പക്ഷെ പരിഹരിച്ച് ഒരു ഉളുപ്പുമില്ലാതെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ വിട്ടു നിന്നാൽ ശരിയാവൂല. എന്റെ പരലോകം എനിക്ക് ബന്ധപ്പെടും, അതുകൊണ്ട് കയറി വന്നതാണ്, നിങ്ങൾ എനിക്ക് ക്ഷമിക്കണം. നമ്മൾ ഈ അയൽവാസികൾ പരസ്പരം ഇങ്ങനെ വേർതിരിച്ച് ജീവിച്ചാൽ നാളെ റബ്ബിനോട് ചോദിക്കും. അതെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അയൽവാസി നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകൾ പിടിച്ചു വരും പരലോകത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഇയാൾ എന്നെ സാധിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയാൻ, ഇയാൾ എനിക്ക് പലതും തരാനുണ്ടായിരുന്നു തന്നിട്ടില്ലെന്ന് പറയാൻ. ഈ തരാനുള്ളത് അല്ലാഹുവേ, നിങ്ങൾ അയാളെ ഏൽപ്പിച്ച പലതും എനിക്കും കൂടി ഉള്ളതായിരുന്നില്ലേ? ആ ഭക്ഷണം, ആ വസ്ത്രം, ആ വാഹനം, ലിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല റസൂൽ. അല്ലാഹുവേ എന്ന അയൽവാസി നമ്മുടെ കയ്യും പിടിച്ചു വരുന്ന പറഞ്ഞത്. കൊടുങ്ങും നമ്മളെല്ലാരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുക നമ്മളെല്ലാരും. ഇതിനർത്ഥം ദീനിന്റെ ചെറിയൊരു മസാലയ്ക്ക് വേണ്ടി തമ്മിൽ തല്ലുകൂടാനും വിട്ടുനിൽക്കാനും പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലൊരു മദ്യപാനി ഉണ്ടായിരുന്നു. നല്ല നല്ല കമന്റുകൾ പറഞ്ഞിട്ട് പ്രവാചകനോട് ചിരിച്ചു പോകുന്ന, അവർ മദ്യപിച്ചിട്ടുണ്ട് റസൂലേ എന്ന് പറയുമ്പോൾ സഹാബത്തെ താട്ടിയെ പറ്റും. പ്രവാചകൻ ചേർത്ത് പിടിച്ചു, നാളെ മുതൽ മദ്യപിക്കരുത് കേട്ടോ, ശരിയല്ല. അള്ളാന്റെ റസൂലെ ശരി, ഞാൻ അനുസരിച്ചോളാം. പിറ്റേന്നും അയാൾ വരും മദ്യപിച്ചിട്ട്. അള്ളാന്റെ റസൂലിനെ എങ്ങനെ വല്ലാതെ ഇടങ്ങേറാക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആട്ടി തെളിച്ചു പറഞ്ഞയച്ചു സഹാബത്ത്. റസൂൽ എന്താ പറഞ്ഞത്? അയാൾ ഒഴിവാക്കരുത്. അയാൾ എങ്ങനെ ആട്ടി പറഞ്ഞയച്ചാൽ അയാൾ മദ്യപാനി മാത്രമല്ല,
മദ്യം തിന്മയുടെ മാതാവാണ്, ബാക്കിയുള്ള തോന്നിയാസത്തിലേക്ക് കൂടി അയാൾ വരും. അതുകൊണ്ട് ചേർത്ത് പിടിക്കുക. അപ്പൊ എന്താവും? അയാൾക്ക് മദ്യം കഴിക്കാനുള്ള ചാൻസ് വരും. സിഗരറ്റ് വലിക്കുന്നവരെ ചേർത്ത് പിടിച്ചാൽ വലിക്കാനുള്ള ഗ്യാപ്പ് കിട്ടൂല. മറ്റേത് പിന്നിലൂടെ അയാൾ പോകുമ്പോൾ അയാൾ കൂടെ നടന്നു പോവുക. മനസ്സിലായില്ലേ? ചേർത്ത് പിടിക്കുക. ചെറിയ പോരായ്മകൾ പോലെ എല്ലാ പോരായ്മനെയും അങ്ങനെ മാറ്റി മാറ്റി നിർത്തിയിട്ട് ഇയാൾ എവിടേക്കാ പോകുന്നത്? രക്ഷപ്പെടൂല അയാള്. ബാക്കിയെല്ലാവരും എന്താ സംഭവിക്കും? നമ്മുടെ മക്കൾക്ക് പോലും ഒരു ചെറിയ പോരായ്മ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഓൻ പോക്കാന്നറിയും. എനിക്ക് അങ്ങനത്തെ ഒരു കോള് വന്നിട്ടുണ്ട്, ടീച്ചർ വിളിച്ചിട്ടുണ്ട്. ഓനെ അങ്ങോട്ട് പാട് ഒഴിവാക്കി എന്താ സംഭവിക്കുന്നറിയോ? ഓർക്ക് കുറച്ചുകൂടി തിന്മ ചെയ്യാനുള്ള ഗ്യാപ്പ് അങ്ങോട്ട് വരിക ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ടുള്ള ഷെർ അങ്ങോട്ട് പോവുക ചെയ്യുക. അപ്പൊ അവൻ ഒരു തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് മാറും. അതുകൊണ്ട് ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്തും ക്ഷമിച്ചും സഹാനുഭൂതിയോടുകൂടിയും സഹവർത്തിയോടുകൂടിയും ജീവിച്ചാൽ അർശിന്റെ തണൽ പകരം തരാമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ വെറുത്തിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ കാര്യമായ ഏതെങ്കിലും വിഷയത്തിൽ നമ്മളൊന്ന് അകന്നു പിടിക്കാന്നല്ലാതെ കുഫാറുകളോടും മുനാഫിക്കുകളോടും അതേപോലുള്ള ഇതര എല്ലാ ജാതി മനുഷ്യരോടും ഒരു മുസ്ലിം എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യഹൂദനായ മകൻ മരണാശങ്കയിൽ കിടക്കുന്ന പ്രവാചകൻ കയറിച്ചത് പല തവണ നമ്മൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? യഹൂദനല്ലേ കിടന്ന് മരിക്കട്ടെ എന്ന് ചിന്തിച്ചോ റസൂല്? ചിന്തിച്ചില്ല. മനസ്സിലായില്ലേ? ഒരുപാട് തവണ ഞാൻ എന്റെ പ്രസ്ഥാനത്തിലേക്ക് എന്റെ ആദർശത്തിലേക്ക് വിളിച്ചിട്ട് വരാത്ത മൂത്താപ്പ സക്കറാത്തില കിടന്ന് മരിച്ചോട്ടെ എന്ന് റസൂല് ചിന്തിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് ചെന്നു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. സുന്നി കുടുംബങ്ങൾ, ശിർക്കിൽ ചേർന്ന കുടുംബങ്ങൾ, മുജാഹിദ് കുടുംബങ്ങൾ, ഏത് കുടുംബങ്ങളിൽ ഏത് ആദർശക്കാരും ദർശനക്കാരനും ഈ സക്കറാത്തിൽ കിടക്കുമ്പോൾ കയറി ചെല്ലുക. നമ്മൾ ഒന്നേ പറയാനുള്ളൂ, ഈ ഭൂമിയിലെ മുഴുവൻ സംവിധാനത്തെയും കുടുംബ ഭദ്രതയെയും എല്ലാം നാട്ടിച്ച് അയാൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഒരു മുസൽമാന്റെ മനസ്സിൽ വരേണ്ടത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇവിടുന്ന് പോകാവൂ. ആ താല്പര്യത്തോടെ കയറി ചെന്ന് എത്ര ആളുകൾ കൂടിയിരുന്നാലും ശരി, എത്ര പണ്ഡിതന്മാരും ഉസ്താദുമാരും കൂടിയിരുന്നാലും ശരി, ഞാൻ അവിടെ കയറി ചെന്നത് പറഞ്ഞു കൊടുക്കല് മോശമല്ലെന്ന് ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. കയറി ചെന്നൊരു ചെവിയിൽ അമ്മായിക്ക് പറഞ്ഞു കൊടുക്കണം, അമ്മായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കണം നമ്മൾ. അതൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടാവും, അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ ഡ്യൂട്ടി അതാണ്, നമ്മുടെ ഡ്യൂട്ടി അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണൽ ആ വിഭാഗത്തിൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഞ്ചാമത്തെ വിഭാഗം, റജുലുൻ ലഅതു ഇംറഅത്തിൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി യഖാഫുല്ലാഹ്. ഒരു സുന്ദരിയായ യുവതി എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചാൽ ഒരു യുവാവ് പറയാ, ഇന്നി യഖാഫുല്ലാഹ്, എനിക്ക് പറ്റൂല, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ്, എനിക്ക് വേണ്ട ആ ഒരു സൗഖ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ പേടിച്ച് പിന്തിരിഞ്ഞ യുവാവുണ്ടെങ്കിൽ, യുവാക്കളെ ആലോചിച്ചോളൂ. ഏതെങ്കിലും അവസരത്തിൽ ഈ പെണ്ണിനെ നോക്കാൻ, സ്പർശിക്കാൻ, സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ, ഫോട്ടോയിൽ കാണാൻ, വീഡിയോ കോൾ ചെയ്യാൻ, പോയിട്ട് മറ്റു വല്ല തോന്യാസങ്ങൾ നിർവഹിക്കാൻ അവസരമുണ്ടായിട്ട് വേണ്ട എന്ന് വെക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദര, നിനക്കുള്ളതാണ് ഈ അർശിന്റെ തണൽ. ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയില്ലേ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ റആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു السوء والفحشاء ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോതി പഠിപ്പിച്ചതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. എന്താ പറഞ്ഞത്? തീർച്ചയായും അവൾ അദ്ദേഹത്തെ കുറിച്ച് ചിലത് ഉദ്ദേശിച്ചു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നല്ല വഞ്ചനായ മോനായിരുന്നു. ആ രാജ്ഞിയുടെ കീഴിൽ നല്ല ഒരു പദവിയിൽ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഒരു മന്ത്രിസ്ഥാനത്തുള്ള മനുഷ്യനായിരുന്നു. ആ രാജാവിന്റെ കീഴിൽ, രാജ്ഞിയുടെ കീഴിൽ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. കയറി ചെന്നു, റൂമിലേക്ക് പോയി, വാതിൽ അങ്ങോട്ട് കുറ്റിയിട്ടു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അപ്പം മനസ്സിലായി, ഇത് കളി വേറെയാണ്. അതുവരെ നിഷ്കളങ്കനായിരുന്നു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. കുതിച്ചു മാറി
പിടിച്ചു വലിച്ചവൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിന്നു കൊടുത്തില്ല, രക്ഷപ്പെട്ടു കളഞ്ഞു. അങ്ങനെ ഇത് രാജാവിന്റെ സന്നിധാനത്ത് ചോദ്യം വന്നു. അപ്പൊ വക്കീലുമാരിങ്ങനെ വാദം പറയുമ്പോൾ ബുദ്ധിമാനായ വക്കീൽ പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവളെ കൊള്ള പോയതാണെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായം നോക്കിയാൽ മനസ്സിലാകുന്നത് ഇയാണ് പെണ്ണിനെ ശരിയാക്കാൻ പോയതാണെങ്കിൽ കുപ്പായത്തിന്റെ മുൻഭാഗം കീറിയിട്ടുണ്ടാകും പെണ്ണിങ്ങനെ പ്രതിരോധിക്കുന്നതിനിടയിൽ. തിരിച്ചാണെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായത്തിന്റെ പിന്നിലായിരിക്കും കൊണ്ടുവന്നു. തൊണ്ടി മുതൽ മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായത്തിന്റെ പിൻഭാഗം കീറിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഅല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക്. എന്റെ കൊട്ടാരമാണിത്, നമുക്കിവിടെ രമിക്കാം, സുഖിക്കാം എന്ന് പറഞ്ഞ് രാജ്ഞി വിളിച്ചപ്പോൾ ഈ ചരിത്രം പറയാൻ മാതാപിതാക്കൾ അറിയില്ല. വ്യഭിചരിച്ചാൽ യൂസുഫ് എവിടെയാണുള്ളത്? കൊട്ടക്കളത്തിലേക്ക് തന്റെ സഹോദരന്മാർ ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്ത് മറ്റൊരു രാജാവിന്റെ കീഴിൽ കൊട്ടാരത്തിൽ നാട്ടുകാർ പോലും അറിയില്ല വ്യഭിചരിച്ചാൽ. ഇത്രയും സുഭദ്രമായ ഈ താവളത്തിൽ വന്ന് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, എല്ലാ നമ്മളൊക്കെ ആകെ നല്ലൊരു യുവാവാണെന്ന് തപ്പിയെന്നറിയോ? ഭാര്യ കൂടെ നല്ലൊരാളാണെന്ന് മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റക്കാണെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? ഓരോരുത്തരും ചിന്തിച്ചോളൂ. ഞാനും നിങ്ങളുമെല്ലാം എല്ലാത്തിനും ലൈസൻസ് കിട്ടിയതുപോലെയാണ് അല്ലേ? എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരുന്ന നാടുണ്ട്. പെൺകുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളും ഇങ്ങോട്ട് വരുന്ന നാടുണ്ട്. ആ നാട്ടിലെത്തി നമ്മൾ വിചാരിക്കും ഓലെ നമുക്ക് അവൾ അനുഭവിച്ചു തന്നാൽ. ഇങ്ങോട്ട് വരുന്നോലെ ഇങ്ങോട്ട് വരാത്തോളം ഇങ്ങോട്ട് വരുന്നോലെടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, കാന്തം പോകുന്ന പോലെ. പ്രിയപ്പെട്ടവരെ, പറ്റൂല. ഞാൻ അവിടെ തിരികെ പോയാൽ അവരെ തപ്പാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പോകണ്ടാന്ന് ചിന്തിക്കാൻ കഴിയണം, ഇപ്പൊ അതിന് നിൽക്കൊണ്ടാൻ ചിന്തിക്കാൻ കഴിയണം. ഞാൻ ഇവിടെ ഇരുന്നാൽ കുറെ കഥ പറഞ്ഞാൽ കുറെ ചാറ്റ് ചെയ്താൽ കാര്യം അങ്ങോട്ട് ഡൈവേർട്ട് ആവുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും ഞാൻ പിന്നെ വാപ്പനെ കണ്ടോളം ക്രോസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ അള്ളാഹനെ സൂക്ഷിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അത്തരം സൂക്ഷ്മത നമുക്കെല്ലാവർക്കും നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. ആറാമത്തെ വിഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ചത് റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലു മാ തുൻഫിഖു യമീനു. ഒരു യുവാവ് അയാൾ സ്വതക്ക ചെയ്യുന്നു, ആളുകളെ സഹായിക്കുന്നു. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ച് സഹായിക്കുന്നു. അദ്ദേഹം സഹായിക്കുന്നത് തന്റെ ഇടത് കൈ പോലും അറിയുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഅതുഹാൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിറു അൻകും മിൻ സയ്യിആതികും. അല്ലാഹു പറയുന്നത് നിങ്ങൾ ദാനധർമ്മങ്ങൾ ഒഴിവാക്കി ചെയ്യുന്ന പക്ഷം അത് നല്ലത് തന്നെയാണ്. അതായത് ഒരാൾ ദാനധർമ്മം ചെയ്യുന്നത്, പള്ളിയിൽ ബക്കറ്റിൽ പൈസ ഇടുന്നത് വേർത്ത് കണ്ടത് കൊണ്ട് കൂടി പോവില്ല. മനസ്സിലായില്ലേ? ചില ആളുകൾ ന്യായം പറയും, നമ്മൾ ബക്കറ്റിൽ പൈസ ഇടാല്ലേ, എന്തിനാ ഇത് ആളെ കാണിക്കാൻ? അല്ലല്ല, ആളുകൾ സഹായിക്കുന്നത് കണ്ടതുകൊണ്ട് പ്രശ്നമില്ല. ഒരാളൊരു സാലറി നൽകി, ഒരു വീട് നൽകി, അത് ചിലപ്പോ ഒരു സംഘടന നൽകുമ്പോൾ ആ സംഘടന, ഈ ഇന്ത്യ രാജ്യത്തെ ഈ സംഘടന എന്തിനാ എന്ന് പബ്ലിക് ചിന്തിക്കുമ്പോ അതെ അവർ പല നന്മകളും ചെയ്യുന്നു എന്ന് കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് ചിലത് പ്രസിദ്ധപ്പെടുത്തേണ്ടി വരും. ന്യായം പറയല്ല ഞാൻ. ചിലത് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഓരോ സംഘടനകളും എന്തെടുക്കുന്നു എന്ന് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചില ആളുകൾ അല്ല, ചിലത് ഒഴിവാക്കുന്ന പക്ഷം പ്രശ്നമില്ല. എന്നാൽ ഇനി ഒരാൾ സ്വകാര്യമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? അയാളുടെ തിന്മകളുടെ കുറെ ഭാഗം ആ കാരണം കൊണ്ട് അല്ലാഹു മൂടി വെക്കുന്ന. അൽഹംദുലില്ലാഹ്, ചിന്തിച്ചു നോക്കിങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. എന്താ അല്ലാഹു ഖുർആനിൽ ആയത്തിൽ പറഞ്ഞത്? അല്ലാഹു ചില ആളുകൾക്ക് അവന്റെ റിസ്ക് വിശാലമാക്കും, ചില ആളുകൾക്ക് അല്ലാഹു കുടിസമാക്കി കൊടുക്കും. അങ്ങനെയാണ് ആയത്ത് വരുന്നത്. ഖുലിന റബ്ബി يرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. അല്ലാഹു പറയുന്നു സൂറത്തുൽ സബയിൽ എന്താണ്? അങ്ങനെ കുടിസാക്കി കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ഏതൊരാൾ ചെലവഴിക്കുന്നതായാലും അവൻ നിങ്ങൾക്ക് അല്ലാഹു പകരം നൽകുന്നതാണ്. സദഖയുടെ സക്കാത്തിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്, കേൾക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞു വരുന്നത് സഹായിക്കാൻ നമുക്ക് കഴിയണം. ആളുകളെ അങ്ങനെ സഹായിക്കുന്നു മറ്റൊരു താല്പര്യവുമില്ലാത്ത വിധം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ
സഹായിക്കുകയാണെങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം ചെറുതല്ല എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിന്റെ വിശദീകരണത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ നിരവധിയായ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യുന്നവരെ സഹായിക്കുന്നവൻ, ഞെരുക്കക്കാരന്റെ കടം അവൻ സാവകാശം നൽകുന്നവൻ, ഞെരുക്കക്കാരന്റെ കടം അത് തള്ളിക്കൊടുക്കുന്നവൻ, അടിമയെ മോചിപ്പിക്കാനുള്ള കരാറിൽ സഹായിക്കുന്നവൻ. അബ്ദുല്ലാഹി ഇബ്നു സഹൽ ഇബ്നു ഹുനൈഫ് തന്റെ പിതാവിൽ നിന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യുന്നവനെ ആരെങ്കിലും സഹായിച്ചാൽ, അല്ലെങ്കിൽ കൊടുത്തുവിട്ടാൻ കഴിയാത്തവന്റെ കടം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കാനുള്ള കരാറിൽ സഹായിച്ചാൽ, അള്ളാഹു അവന്റെ തണലല്ലാത്ത ആരുടെയും തണൽ ലഭിക്കാത്ത അന്നേ ദിവസം അള്ളാന്റെ തണൽ കൊടുക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സദഖയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വരണം. സദഖയുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചില ആളുകൾ സദഖ അങ്ങനെ കൊടുക്കും, സ്വന്തം ഡ്രൈവർക്കും സ്വന്തം വീട്ടിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ പോരാ. അത് മാത്രം പോരാ, അർഹതയുള്ള പലരും ഉണ്ടാവും നമ്മളെ കൂടെ, അവർക്കൊക്കെ നൽകണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആറാമത്തെ വിഭാഗമാണ് പ്രിയപ്പെട്ടവരെ, താൻ സഹായിക്കുന്നത് മറ്റൊരാളും അറിയാത്ത വിധം അള്ളാന്റെ വജു ഉദ്ദേശിച്ചിട്ട് ആളുകളെ സഹായിക്കുന്നവർ. അങ്ങനെയാകാൻ നമുക്ക് കഴിയണം. അർഹമർ റഹീമിനായ തമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ടവരെ, നാളെ ഖിയാമത്ത് നാളിൽ ഏറെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ആ വിഭാഗത്തിലെ ഏഴാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ. ഒരു യുവാവ്, ഒരു പുരുഷൻ, ഒരു യുവതി, ഒരാൾ അയാൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന സ്വഭാവക്കാരൻ. അള്ളാഹനെ ഓർത്ത് കരയുക. അള്ളാഹനെ പറ്റി കേട്ടാൽ ഹൃദയങ്ങൾ നടങ്ങുക. ചില ആളുകൾ പാട്ട് കേട്ടിട്ടൊക്കെ ഇങ്ങനെ കരയും, ഭയങ്കര ഹൃദയമാണ്. എന്നാൽ അള്ളാഹനെ പറ്റി കേട്ടാൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, നെഞ്ചിൽ സീൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് എന്ത് നരകം, എന്ത് പരലോകം, എന്ത് ഖബർ, എന്ത് മഹ്ശർ, ഒന്നും പേടിയില്ലാതെ ജീവിക്കുന്ന ആളുകൾ. പറ്റൂല പ്രിയപ്പെട്ടവരെ, അള്ളാഹനെ പറ്റി ഓർത്തിട്ട് കരയാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകം പ്രവേശിക്കുകയില്ല, നരകത്തിൽ സ്പർശിക്കില്ല രണ്ട് കണ്ണുകൾ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഐനൻ ബഖത്ത് മിൻ ഖശിയത്തില്ല വഐനൻ അല്ല മിനൽ മഹാരിം. ഒന്നാമത്തെ കണ്ണ് അല്ലാഹനെ ഓർത്ത് കരയുന്ന കണ്ണ്. പരലോകത്ത് നമ്മൾ അവസ്ഥ ആലോചിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഹാബത്തെ മയ്യത്തും കൊണ്ട് ഇങ്ങനെ പോകുമ്പോ, സഹാബി റിപ്പോർട്ട് ചെയ്യാണ്, മയ്യത്ത് ഇങ്ങനെ ജനാസയുമായിട്ട് ഞങ്ങൾ പോകുമ്പോ ഏങ്ങലുകൾ ഇങ്ങനെയുള്ള ഏങ്ങലുകൾ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ആളുകളൊക്കെ നല്ല ഹൃദയം കരയാണ് കൊണ്ടുവന്ന സാബികള്. ഈ പോയ മനുഷ്യനെ ഓർത്തിട്ടല്ല എന്നുള്ളത് അത്ഭുതം. ഈ പോയ മനുഷ്യന്റെ നഷ്ടം ഓർത്തിട്ടല്ല. എന്താണെന്നറിയോ, ഇതേ അവസ്ഥ എനിക്ക് വരില്ലേ, ഇതേ വാഹനത്തിൽ, ഇതേ കട്ടിലിൽ ഞാൻ പോയാൽ എന്റെ കൈ അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ എന്നോർത്തിട്ട് അവർ കരയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, ചുരത്തിയിട്ടിരിക്കുന്ന പാല് തിരിച്ച് അകിടിലേക്ക് പോകാൻ സാധ്യത എത്രയുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. അകിടിൽ നിന്ന് വന്ന പാല് തിരിച്ചകിടിലേക്ക് പോകുക ഒരിക്കലും സാധ്യമല്ല. അതുപോലെയാണ് കരയുന്ന യുവാവിന്റെ, അല്ലാഹനോർത്ത് കരയുന്ന യുവാവിന്റെ നരകപ്രവേശം അതുപോലെയാണ്. ഒരു സാധ്യതയില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹനോർത്ത് കരയണം. അല്ലാഹനോർത്ത് കരയും. ചില കുത്തുകാലം കേൾക്കുമ്പോൾ മാത്രം കാര്യം പിന്നെ മറന്നു പറ്റൂല. അള്ളാഹുവിന്റെ ശിക്ഷാമുറകളൊക്കെ ആലോചിച്ചിട്ട്, അതുകൊണ്ടല്ലേ എനിക്ക് പേര് ഓർമ്മയില്ല, സഹാബത്ത് ഇങ്ങനെ പകൽക്കിനാവ് ഇങ്ങനെ കണ്ടുകൊടുക്കുകയാണ്. അടുത്തുള്ള സഹാബി ഇങ്ങനെ തട്ടിച്ചു വെച്ചോ, അല്ല എന്താണ്, എവിടെ എത്തി, അതായത് ഈ സ്വപ്നം എവിടെ എത്തിയെന്നാ ചോദിച്ചത്. ഈ സഹാബി പറയാത്രേ, പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ സിറാത്തിലായിരുന്നു. അയാൾ സിറാത്തിലെത്തി, മരിച്ചിട്ട് മറവെയ്ത് കൊണ്ടുപോയ സിറാത്തിലേക്ക്. ഈ സഹാബത്ത് കണ്ട പകൽക്കിനാവ് അദ്ദേഹം സിറാത്തിലെത്തിയത് കാണുകയാണ്. അവിടെ നിൽക്കുക. നമ്മളൊക്കെ പകൽക്കിനാവ് കണ്ടാൽ എവിടെയിരിക്കും?
എവിടെയായിരിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മളും അവരും നാളെ അല്ലാഹുവിന്റെ മുന്നിൽ കൂടേണ്ടവരാണ്. അതുകൊണ്ട് ഈ 7 വിഭാഗം മനസ്സിൽ തറച്ചു നിൽക്കണം. നമ്മുടെ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അതേപോലെ തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന യുവാവ്. അതേപോലെ തന്നെ പള്ളിയുമായി ചേർന്ന് ഹൃദയബന്ധമുള്ള യുവാവ്. രണ്ട് യുവാക്കൾ പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. അങ്ങനെയുള്ള ഒരു യുവാവ്. ഇനിയോ ഈ തോന്നിയാസത്തിലേക്ക് വിളിച്ചപ്പോ ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നവനാണെന്ന് പറഞ്ഞു. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധം സദഖയിൽ സൂക്ഷിച്ച യുവാവ്. പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകളുള്ള യുവാവ്. 7 വിഭാഗത്തെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെട്ടു. അതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ കയറി വരണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ 7ലും സൂക്ഷ്മതയുള്ള മുഅ്മിനുകളാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും അറിവ് നൽകി, ദീൻ നൽകി, ഇഖ്ലാസ് നൽകി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഇർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ اشف مرضانا وارحم موتانا توفنا مسلما والحقنا بالصالحين آمين برحمتك يا ارحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.